Hello guys, welcome to market analysis video. ഇന്ന് സെപ്റ്റംബർ മന്തിലെ ഫസ്റ്റ് ട്രേഡിംഗ് ഡേ ആണ്. ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇന്നൊരു ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ആയിട്ടുള്ളത്. ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത മാർക്കറ്റ് ചെറിയൊരു സെല്ലിംഗ് സൈഡ് ഫസ്റ്റ് മൂവ്മെന്റ് തന്നു. പിന്നെ മാർക്കറ്റ് വീണ്ടും ഒരു ഹയർ സൈഡിലേക്ക് പോവാനുള്ള ഒരു ബൈയിങ് സൈഡ് നോക്കി. പക്ഷെ ഈ ഒരു ബൈയിങ് സൈഡിൽ നമ്മൾ എങ്ങനെയാണ് വീക്ക്നെസ് ഐഡന്റിഫൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് ഒരു സെല്ലിംഗ് സിങ് തരികയാണെങ്കിൽ ആ സെല്ലിംഗ് സിങ് ആ ഒരു സെല്ലിങ്ങിനെ ഫുള്ളായിട്ട് അല്ലെങ്കിൽ ഈ ഗ്യാപ്പ് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാർക്കറ്റ് ഒരു സ്ട്രെങ്ത് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആയി ഉടനെ തന്നെ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൽ സ്ട്രെങ്ത് കുറവാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. സോ ഇവിടെ മാർക്കറ്റ് ഫസ്റ്റ് ഒരു സെല്ലിംഗ് സിങ് തന്നിട്ട് ആ സെല്ലിങ്ങിൽ മാർക്കറ്റിലെ ഗ്യാപ്പ് ഫില്ല് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് അവിടെ ഒരു സ്ട്രെങ്ത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അവിടെ നിന്ന് മാർക്കറ്റ് ഒരു ബൈയിങ്ങിലേക്ക് പോയി. പക്ഷെ ഈ ബൈയിങ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട എപ്പോഴും ഈ ബൈയിങ് ഈ ഒരു ഹൈ ഡേയുടെ ഹൈ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ആ ഒരു ഫസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണുന്ന സെല്ലിംഗ് സിങ് വീണ്ടും ഇവിടെ നിന്ന് കംപ്ലീറ്റ്ലി റിവേഴ്സ് ആയിട്ട് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ബൈയിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് നോക്കാൻ പറ്റും. പക്ഷെ ഇവിടെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് ഒരു സെല്ലിംഗ് സൈഡ് ഫസ്റ്റ് മൂവ്മെന്റ് തന്നിട്ട് പക്ഷെ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് ബൈയിങ് സൈഡ് നോക്കാം. പക്ഷെ ബൈയിങ് സൈഡ് നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും ഈ ഒരു അപ്സൈഡ് ഈ ഒരു ഡേ ഹൈയുടെ അടുത്ത് മാത്രം എത്തിയാൽ മാത്രം നമ്മൾ ഒരു അപ്സൈഡിലേക്ക് മൂവ്മെന്റ് നോക്കും. ഇതെന്തായിട്ടും മുകളിലോട്ട് ഒരു സെല്ലിംഗ് കഴിഞ്ഞിട്ട് ഒരു ബൈയിങ് സൈഡ് പോയിട്ട് പിന്നെയും സെല്ലേഴ്സ് വന്നു അവിടെ താഴത്തേക്ക് പുൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നോക്കുകയാണെങ്കിൽ വീണ്ടും ബൈയിങ്ങിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ ബൈയിങ് ഈ ഒരു സിങ് നോക്കുകയാണെങ്കിൽ ഇതൊരു വീക്ക് ആയിട്ടുള്ള ഒരു സെല്ലിംഗ് ബൈയിങ് സിങ് ആണ്. കാരണം ഈ ക്യാൻഡിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫുൾ വീക്ക് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ് അവിടെ ക്രിയേറ്റ് ആയിട്ട്. സോ അതിനുശേഷം ഇവിടെ ഒരു സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ ക്രിയേറ്റ് ആയി കാണുമ്പോൾ തന്നെ നമുക്കൊരു സെല്ലിംഗ് സൈഡിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. സോ ഇങ്ങനെയാണ് നമ്മൾ എപ്പോഴും ട്രേഡ് പ്ലാനുകൾ ചെയ്യേണ്ടത്. ഇങ്ങനെയാണ്. എനിവേ മാർക്കറ്റ് ഒരു പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇന്ന് ക്ലോസ് ആയിട്ടുള്ളത്. പക്ഷെ മാർക്കറ്റ് ഇങ്ങനെ എല്ലാ ദിവസവും ഓരോ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഒരു സെല്ലിംഗ് അല്ലെങ്കിൽ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് മാർക്കറ്റിൽ ഇപ്പം കുറവാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് നോക്കിയാൽ പറഞ്ഞു കഴിഞ്ഞ കുറച്ച് ദിവസം മാർക്കറ്റ് ഒരു മൂവ്മെന്റ് വലിയൊരു സ്പൈക്ക് മൂവ്മെന്റ് ഒന്നും മാർക്കറ്റ് കാണിക്കുക. ആകെ കുറച്ച് ദിവസത്തിൽ കാണിച്ചത് കഴിഞ്ഞ മാർച്ചിൽ ലാസ്റ്റ് മന്ത്ലി എക്സ്പയറി ഡേ അന്ന് മാത്രം. അത് ഒരു ബോത്ത് സൈഡ് അതൊന്നും നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്ന ഒരു മൂവ്മെന്റ് അല്ല. പെട്ടെന്നുള്ള ഒരു സ്പൈക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ദിവസം നിങ്ങൾക്ക് ചാർട്ട് കണ്ടാൽ മനസ്സിലാവും എല്ലാ ദിവസവും ചെറിയൊരു മൂവ്മെന്റ് മാത്രമേ ഉള്ളൂ. ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തതിനു ശേഷം മാർക്കറ്റ് ഒരു സൈഡ് വൈസ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് നമുക്കിപ്പോൾ മാർക്കറ്റിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രത്യേകിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരിക്കലും ട്രേഡ് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രം ട്രേഡ് എടുക്കുക. അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇങ്ങനെ ഒരു കാണുമ്പോൾ നമ്മളുടെ ക്യാപിറ്റൽ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത്. ഇന്നത്തെ മാർക്കറ്റിൽ ഞാൻ കാണുന്നത് ഒരു ട്രേഡബിൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് മാർക്കറ്റ് ഇന്നത്തെ നമുക്ക് തന്നിട്ടില്ല. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ട്രേഡിങ്ങിലൂടെയാണ് ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ രണ്ടും നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും 5 മിനിറ്റ് ചാർട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ബാങ്ക് നിഫ്റ്റി ഒരു അപ്സൈഡേക്കാണ്. ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നു ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്യുന്നുള്ളത് ഒരു ഓപ്പൺ ഗ്യാപ്പ് അപ്പിൽ ചെറിയൊരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ 1 മിനിറ്റ് ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് ഇവിടെ സൈഡ് വൈസ് ആയിട്ട് പോയതിനു ശേഷം മാർക്കറ്റ് ഒരു പെട്ടെന്ന് ഒരു സ്പൈക്ക് അപ്സൈഡേക്ക്
മാർക്കറ്റ് കാണിച്ചു. പക്ഷെ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു പ്രൈസ് ആക്ഷൻ ഒക്കെ തന്നിട്ട് ഒരു ഡൗൺ സൈഡിലേക്ക് തന്നെ മൂവ്മെന്റ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ മാർക്കറ്റിൽ ബെസ്റ്റ് നമുക്ക് സെല് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും നല്ലത് നിഫ്റ്റിയിൽ തന്നെയായിരുന്നു. കാരണം ബാങ്ക് നിഫ്റ്റി ഒരു പെട്ടെന്നുള്ള ഒരു സ്പൈക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയുള്ള സമയങ്ങളൊക്കെ മുഴുവൻ ഒരു സൈഡ് വൈസ് ആയിട്ടുള്ള മാർക്കറ്റ് ആയിരുന്നു. സോ എനിവേ നമുക്ക് നാളത്തെ മാർക്കറ്റും കൂടി നോക്കിയിട്ട് എങ്ങനെയാണ് മാർക്കറ്റിന്റെ കണ്ടീഷൻ, മാർക്കറ്റ് ഇതുവരെ ഒരു അപ്സൈഡേക്ക് പോകുമോ അല്ലെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡ് വരുമോ എന്നുള്ള ഒരു കൺഫർമേഷൻ മാർക്കറ്റ് ഇതുവരെ തന്നിട്ടില്ല. കാരണം മാർക്കറ്റ് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ സൈഡ് വൈസ് മാർക്കറ്റ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. സോ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മാർക്കറ്റിന്റെ ഒരു മൂവ്മെന്റ് കിട്ടുകയാണെങ്കിൽ മാത്രം ട്രേഡ് എടുക്കുന്നതായിരിക്കും ബെസ്റ്റ്. സോ ഇന്നത്തെ മാർക്കറ്റിൽ ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.